ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്യൂആന ആയിട്ടാണ് കേട്ടോ. നമ്മൾ ക്യൂആന ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് പേര് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല, 1K പേര് കണ്ടിട്ടുണ്ടായിരുന്നു. 47 പേര് അതിനുള്ള ക്യൂആന ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ആണേ. പിന്നെ വേറൊരു കാര്യം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രിൻസിയും നമ്മുടെ ആരാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലായിട്ടുള്ള കേരള ബ്രദേഴ്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള കേരള ബ്രദേഴ്സ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിൻസി ആരാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ അതിലൊന്ന് പോയി ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ക്യൂആനയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഐശ്വര്യ 9825 എന്നുള്ളൊരു ഐഡിയിൽ നിന്നുമാണ്. ചേച്ചി, ചേട്ടൻ എന്താ ജോലി? പിന്നെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? സൂപ്പറാണ്, ഇനിയും വീഡിയോസ് ഒക്കെ ഇടണം. താങ്ക് യു ഐശ്വര്യ. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മുടെ കേരള ബ്രദേഴ്സിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്യാവശ്യം ഞാനതിൽ എൻ്റെ വർക്കിൻ്റെ വീഡിയോസൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. പിന്നെ നേരത്തെ തയ്യലുണ്ടായിരുന്നു. ഡോറയ്ക്ക് വയ്യാതായതിനു ശേഷമാണ് നമ്മൾ ആ തയ്യലിൻ്റെ ഇത് നിർത്തിയത്. നമുക്ക് തുണിക്കച്ചവടം ഉണ്ടായിരുന്നു, തയ്യലും ഉണ്ടായിരുന്നു. ഡോറയ്ക്ക് അന്ന് തളർന്നതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആരും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ കച്ചവടം അവിടെ കൂടി നിർത്തിയത്. തയ്യലന്ന് അവിടെ കൂടി നിർത്തിയത് അതിന് ശേഷമാണ്. അപ്പോൾ സെക്കൻഡ് റഫീന സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ്. നിങ്ങൾ സന്തോഷമായിരിക്കുക, എന്നും വീഡിയോസ് വേണം. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും മക്കളെ. താങ്ക് യു. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ ചില കമൻറ്റുകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതാകുമ്പം നമ്മൾ ഇടയ്ക്ക് റിപ്ലൈ കൊടുത്ത് പോകുന്നതാണ്. അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ചില സമയത്ത് വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോസിന് വന്നിട്ടുണ്ട് കമൻറ്റും കാര്യങ്ങൾ. അത് പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട മോശമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. വീഡിയോ ഒന്ന് പോയി കണ്ട ആ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിന്നു അപ്പോൾ ചിന്നു ചോദിച്ചാൽ വാട്ട് ഹാപ്പൻ ടു ആൻറ്റി, വൈ ഷീ ഡോണ്ട് ഹാവ് ഹൈറ്റ്? എന്തുകൊണ്ടാ ഇങ്ങനെ ആയിപ്പോയി ഹൈറ്റ് കുറഞ്ഞു വെച്ചാൽ എനിക്ക് റുമറ്റോയിഡ് ആർത്തറൈറ്റീസ് ആയിരുന്നു. റുമറ്റോയിഡ് ആർത്തറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീവർ വന്നിട്ടാണ് ആർത്തറൈറ്റീസ് ആയത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ അസ്ഥിയിൽ നീർക്കെട്ടുണ്ടാവുന്ന സമയത്ത് അസ്ഥികളിൽ അസ്ഥിയിൽ നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് അസ്ഥികളിലെ വളർച്ച മുരടിക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു സംഭവമാണ്. അന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് സത്യത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വന്നത്. അസുഖം കണ്ടുപിടിക്കുന്നത് തന്നെ ഇവൾ വലുതായതിനു ശേഷമാണ് അസുഖം പോലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അടുത്തത് അമ്മു 2006 ഡോറ ആൻഡ് ബുജി സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോബീസ്, ഗെയിംസ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. ഗബ്രുവിനെ ആദ്യമായി കൈ എടുത്തപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു? നല്ല ചോദ്യം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് എന്തിലാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് പാട്ട് കേൾക്കുക, പാട്ട് പാടുക. ഇപ്പം പിന്നെ ഗബ്രൂസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് വെച്ചാൽ എനിക്ക് ഇതുപോലെ ഇവള് പാട്ട് കേൾക്കുമല്ലേ, എനിക്ക് കഥ കേൾക്കാനാണ് ഇഷ്ടം. എനിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ സിനിമയുടെ തന്നെ കഥകൾ എക്സ്പ്ലനേഷൻ കൊടുക്കുമല്ലോ യൂട്യൂബിൽ, അതിരുന്ന് കേൾക്കും. അതുപോലെ തന്നെ ഈ പോക്കറ്റ് FM അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലെ കഥകളൊക്കെ ഇരുന്ന് കേൾക്കും. അങ്ങനെയാണ് എനിക്ക് കൂടുതലും ഇത് കിട്ടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാം. അതും പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സ്ഥലം പോയി കാണാൻ ഭയങ്കര ഇഷ്ടം. മഴയത്ത് ആ നനഞ്ഞ ആ തണുപ്പത്ത് ആ കുടയൊക്കെ പിടിച്ച് അങ്ങനെ പോയി കാണണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പ്രധാനപ്പെട്ട അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയത്ത് പോയി സ്ഥലങ്ങൾ കാണാനും മഴയത്ത് ഐസ്ക്രീം നിന്നുകൊണ്ട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന സമയങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന എൻ്റെ കൂട്ടുകാരനൊപ്പമാണ് ഞാൻ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. ഇവളായിട്ട് പോകുമ്പോൾ ഹാപ്പി ആവും എന്നല്ല, പക്ഷെ എന്നെ കുറച്ചുകൂടെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ കൂട്ടുകാരൻ. ഹാപ്പി ആകത്തില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നത്. അതെന്താ അങ്ങനെയൊന്നുമില്ല. ഇവിടോട്ട് പോകുമ്പോൾ ഗബ്രൂവിനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ്? ഞാൻ സത്യത്തിൽ ഗബ്രൂസിന് കയ്യിലെടുക്കുന്നത് ഉണ്ടായി പിറ്റേ ദിവസം. സർജറി ആയതുകൊണ്ട് നമുക്ക് 6 മണിക്കൂർ കഴിയണമല്ലോ ഒരു വേദനയൊക്കെ മാറി. പിറ്റേ ദിവസം രാവിലെ ആ വേദനയോട് കൂടി
എഴുന്നേറ്റിരുന്നതിന് ശേഷം ഫീഡ് ചെയ്യാൻ വേണ്ടി അന്നേരം ഞാൻ കയ്യിലെടുക്കുന്നത്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റും, ദൈവം ഇതാണ് എൻ്റെ വയറ്റിൽ കിടന്ന് ചവിട്ടിയത് മറിഞ്ഞത് എന്നൊരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു അമ്മയായി ഇത്രയും നാൾ കഴിഞ്ഞ് കീറി പുറത്തെടുത്തു എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ വന്നിട്ട് എടുത്തു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഫീലിങ്സ്. ഇച്ചാന ആദ്യം കയ്യിലെടുത്ത കേട്ടോ. ഞാനാണ് കേട്ടോ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഞാനാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ് അന്വേഷിച്ച സമയത്ത് അമ്മയും അതിൻ്റെ നാത്തൂനും കൂടെ അവിടെ നിന്നിരുന്നു. ഇവളുടെ നാത്തൂനും അമ്മയും കൂടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ അന്വേഷിച്ചപ്പം കിട്ടിയില്ല. അപ്പോൾ എന്നെ ഫോണിൽ വെച്ച് ഞാൻ താഴെ നിന്ന് ഓടി മേളിൽ കയറി ചെന്നപ്പോൾ എൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണത്. ഒരിക്കലും ആ ഫീലിങ്സ് എനിക്കങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്തോ എനിക്കറിയില്ല. കുറേ നേരം ഞാൻ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് അപ്പോഴത്തെ നാത്തൂനും അമ്മയൊക്കെ വന്നു. പിന്നെ നാത്തൂൻ്റെ കയ്യിലോട്ട് ഞാൻ കുഞ്ഞിനെ കൊടുത്തു. അപ്പോൾ എനിക്ക് അന്നേരം ഒന്നും എനിക്കെന്താ ചോദിക്കേണ്ട പറയേണ്ട എനിക്ക് അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇവളെങ്ങനെയും പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ മൈൻഡിൽ വന്നതെന്ന് വെച്ചാൽ ഇവള് പുറത്തിറങ്ങി ഇവളെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതായിരുന്നു പിന്നെയുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ പറഞ്ഞു എനിക്ക് സീരിയസ് ആണ്, അതാണ് ഇതാണ്, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പറ്റുന്നതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കപ്പോഴാണെങ്കിൽ ഇവളെ ഒന്ന് കാണണം. കുഞ്ഞിനെ കണ്ടു, അപ്പോൾ കുഴപ്പമില്ല. അതിനുമുമ്പ് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് കയറ്റിയത് കേട്ടോ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ന് വെച്ചാൽ രണ്ടുപേരെയും ഒരുപോലെ കിട്ടണം, ഒരു കുഴപ്പമില്ല, രണ്ടുപേരെയും കിട്ടണം. അതായിരുന്നു പ്രാർത്ഥന മൊത്തം. അപ്പോൾ മോനെ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മോന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇവക്ക് എങ്ങനെയാണ്, ഇവക്ക് എങ്ങനെ ഉണ്ട് അതറിയാനായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പം പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ ഒരു നിമിഷത്തിൽ കുഞ്ഞിനെ കൈയിട്ട് സന്തോഷം തോന്നിയെങ്കിലും അതിനേക്കാളും കൂടുതൽ ചിന്ത പോയത് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അവൾക്ക് എങ്ങനെ ഉണ്ട്, പിന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ആണെങ്കിൽ ചാവറേച്ചൻ്റെ പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പള്ളിയിലിരുന്ന് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാത്തൂൻ വിളിച്ചു പറയുന്നത് അശ്വതിയെ പുറത്തിറക്കുവാണ്, കുഞ്ഞിനെ കൈ തന്നിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വാർഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ കാണിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടത്തി ഇങ്ങനെ പോകും. അപ്പോൾ ഓടി ചെന്ന് പെട്ടെന്ന് ഞാൻ ഇവർക്ക് ഉമ്മ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് കുഞ്ഞിനേക്കാളും കൂടുതൽ ഇവളെ കാണണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് കറക്റ്റ്. പക്ഷേ പിന്നെയെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കും മോനുണ്ടായി. അപ്പോൾ എനിക്കും എൻ്റെ സ്വന്തം ചോര ഉണ്ടായി. അതൊക്കെ അങ്ങനെയുള്ള കുറേ വികാരങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറയാനുള്ളത്. അടുത്തത് റിബു ചിന്നു വ്ളോഗ് 57-88. വലിയ ഇഷ്ടമാണ് രണ്ടുപേരെയും. ഞങ്ങൾക്കൊരു ഹായ് പറയണം. തീർച്ചയായിട്ടും ഹായ്. അടുത്ത മാസം ഒന്ന് കാണണമെന്നുണ്ട്. ഞങ്ങൾ കുണ്ട്രയാണ്, നെക്സ്റ്റ് ബേബി പ്ലാൻ എന്നാണ്. അപ്പോൾ കുണ്ട്രയിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വളരെ വേഗത്തിൽ വരാം കേട്ടോ. നമ്മുടെ ശാസ്താംകോട്ടയ്ക്ക് വരാനുള്ള വഴി അറിയാലോ. നമ്മുടെ ശാസ്താംകോട്ട കുറ്റിമുക്കിലാണ് നമ്മുടെ വീട്. ശാസ്താംകോട്ടയിൽ നിന്ന് മൈനാഗപ്പള്ളി വരുന്ന റൂട്ടിൽ കുറ്റിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് വീട്. അപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിച്ചിട്ട് വരാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ബേബിയുടെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയല്ല കേട്ടോ. അത് നമ്മൾ കുറച്ചുകൂടെ 2-3 ക്വസ്റ്റ്യനും കൂടെ അത് തന്നെ ആവർത്തിച്ച് എല്ലാത്തിനും കൂടെ ഒറ്റ ഉത്തരം ഞങ്ങൾ പറയാം. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറയാം. അപ്പോൾ ജോളി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണ്, കുഞ്ഞുങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവിടെ എല്ലാവരും സുഖമാണോ? അതുപോലെ മക്കള് മോളാണെങ്കിൽ 4ാം ക്ലാസ്സിലും മോനിനി 7ാം ക്ലാസ്സിലുമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു 7ാം ക്ലാസ്സിലാണ് മോന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ത്രീയൻ എന്ന ചേട്ടനും ചേച്ചിയും പ്രതീക്ഷിച്ചിരുന്നോ സിൽവർ ബട്ടൺ കിട്ടുമെന്ന്? കിട്ടിയപ്പോഴുള്ള സന്തോഷം. ഗബ്രുമോനെ ഫ്യൂച്ചറിൽ എന്താക്കണം എന്ന് പ്ലാൻ ഉണ്ടോ? അപ്പോൾ സിൽവർ പ്ലേ ബട്ടൺ കിട്ടും എന്ന് നമുക്കെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെ ഒന്നും മൈൻഡ് വെച്ചിട്ടല്ല. പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോസ് ഉള്ള കാര്യം പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ ഒരു ഇതിലല്ല. ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ സമയത്ത് നമ്മൾ ഇൻസ്റ്റയില് ഭയങ്കരമായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ അടുത്തുള്ള റീച്ച് ഉണ്ടായിരുന്നു, നല്ല റീച്ച് ആയിരുന്നു. പിന്നെ ഞാനൊക്കെ ഓഫീസിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാർമാരൊക്കെ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചാനലാണ് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ചാനലായിട്ട് ലക്കി സ്റ്റാർ ഞാൻ തുടങ്ങിയിട്ടിട്ടുണ്ട്. അത് എൻ്റെ ചാനലായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടെങ്കിലും വലിയ റീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പരിപാടി അവിടെ വെച്ച് നിർത്തി. വീഡിയോസൊന്നും ഇടുന്നില്ല, ചാനലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇച്ചാൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും
ഇച്ചായനും ആ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാൻ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരാൾ കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾക്കും തോന്നി അങ്ങനെ വീഡിയോസ് എടുക്കാന്ന്. അങ്ങനെ നമ്മള് പ്ലേ ബട്ടനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഓരോരുത്തർക്കും കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കും ഇതൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടുമോ, എപ്പോൾ കിട്ടുമായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ 75-80 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു പ്രതീക്ഷ വന്നു ചിലപ്പോൾ നമുക്കും പ്ലേ ബട്ടൺ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുമ്പോൾ നമുക്കൊരു ആഗ്രഹം പെട്ടെന്നൊന്ന് കൂടി ഓരോ ദിവസം രാവിലെ ഇത്ര ആയിട്ടുണ്ട്, ഇത്രയായി. പിന്നെ 100K ആണ് അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മിനിറ്റ് റീഫ്രഷ് അടിച്ച് നോക്കുന്ന ആയോ എന്ന്. അത് ഭയങ്കര സന്തോഷം. അത് കിട്ടിയപ്പോൾ ഇപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ടൊരു സാധനം നമ്മുടെ കിട്ടുമല്ലോ, അത് ഇത്രയും വലിയ ഒരു അംഗീകാരം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത് അത് വലിയൊരു സംഭവമാണ്. ഞങ്ങളെ എല്ലാ യൂട്യൂബേഴ്സിനും അതെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം. കാരണം നമ്മുടെ ഗബ്രൂട്ടിനുണ്ടായ മാസം തന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ ഇതെല്ലാം കൂടെ ഒരൊറ്റ മാസത്തിലാണ് നമുക്ക് സന്തോഷം. ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിരുന്നില്ല, എന്നാലും കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഗബ്രൂട്ടനെ ഫ്യൂച്ചറിൽ എന്താക്കണം അങ്ങനെ ഒരു ചിന്തയും ഞങ്ങളുടെ മൈൻഡിലില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലെ ഓരോരുത്തരുടെയും നിർബന്ധത്തിനനുസരിച്ചായിരുന്നു ഞാനൊക്കെ പഠിച്ചത്. അപ്പം എനിക്ക് ആ സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രഷറും ടെൻഷനും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മോൻ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ നമ്മുടെ പ്രിൻസിൻ്റെയും കാര്യത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അവർക്ക് എന്താണോ നമ്മൾ പഠിപ്പിക്കും, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി അവരെ നമ്മൾ ഫോഴ്സും ചെയ്യും, ഇല്ലയെന്നൊരിക്കലും പറയില്ല. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക, എല്ലാം ചെയ്യും. പക്ഷെ ഒരിക്കലും നീ അത് പഠിക്കുക, നീ ഇത് പഠിക്കുക എന്ന് അതാകണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവും കഴിവുകളുമാണ്. ഇപ്പം ഇച്ചാനുള്ള കഴിവല്ല എനിക്കുള്ളത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വെവ്വേറെ കഴിവുകളാണ്. അപ്പൊ അവരുടെ കഴിവിനനുസരിച്ച് പഠിച്ച് അവർക്ക് ഇഷ്ടമുള്ളതാകാനാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷണൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയാ, കുട്ടിക്കാലത്ത് തന്നെ എന്നെ അതിൽ നിന്ന് ഒടിച്ചങ്ങ് കളഞ്ഞു. മോഡലിങ്. എനിക്ക് പണ്ട് തൊട്ട് എന്തായിരുന്നു അറിയില്ല, ടീച്ചറാകാനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ടീച്ചറാകാനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഈ വരയ്ക്കുക പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊച്ചു പിള്ളേരെ കേട്ടോ. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ എനിക്ക് ഒരു അവസരം കിട്ടി ട്യൂഷൻ എടുക്കാന്നുള്ളത്. പിന്നീട് ഈ പറഞ്ഞ ആശുപത്രിയും മറ്റേ അസുഖം, വേദന, ട്രീറ്റ്മെൻറ്റ്, കുഴമ്പ്, മരുന്ന്, കിഴി അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ആ ഒരു ഇതെന്ന് മാറും. പക്ഷെ ഇപ്പം കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്ന ഞാനും ഇച്ചാനും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. എനിക്കെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഒരു ആക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു മോഡലാവണം, ഇപ്പം നാട്ടിലിങ്ങനെ അറിയപ്പെടുന്ന ഒരാളാവണം, എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും പണ്ട് തൊട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എന്താ പറയുക, നമ്മുടെ ചില ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോരായ്മയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ പണ്ട് സിനിമയിലും ഇതിലൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പം വഴിതെറ്റി പോവും, പിടിച്ചാൽ കിട്ടൂല, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ളതുകൊണ്ട് കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇത് പിന്നെ വലുതായതിനു ശേഷം പല കാര്യങ്ങളും ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് ആ ഒരു സങ്കടവും വിഷമമൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും മക്കളെടുത്ത് നീ അതാവും ഇതാവെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യില്ല. അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ള കാലത്തോളം ഗബ്രു ആണെങ്കിലും പ്രിൻസി ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കും, പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ട് നിൽക്കും. പക്ഷെ അത് അവരുടെ താല്പര്യത്തിനായിരിക്കും, ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അടിക്കാതിരിക്കത്തില്ല, അടിക്കുകയും ചെയ്യും പഠിച്ചില്ലെങ്കിൽ. അത് വേറെ കാര്യം. അപ്പോൾ ഐശ്വര്യ 32-38 നിങ്ങളുടെ വിവാഹത്തെ വീട്ടുകാർ എതിർത്തിരുന്നു? ഒരിക്കലും ഇല്ല. അതിന്റെ ലോങ് വീഡിയോ ഉണ്ട്. അതൊരിക്കലും ഇല്ല, അങ്ങനെ സംഭവം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ആരും അറിയാതെ സ്നേഹിച്ചവർക്ക് ഒളിച്ചോടി അങ്ങനെ രജിസ്റ്റർമാര് ചെയ്തൊരു വ്യക്തികളല്ല. ഞങ്ങൾ സത്യം പറഞ്ഞ 2 അമ്മമാരും നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അങ്ങനെ കല്യാണം കഴിപ്പിച്ചതാണ്. അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിലും ഉണ്ട്, നമ്മുടെ ഈ ചാനലിലും കിടപ്പുണ്ട്. കേരള ബ്രദേഴ്സ് എന്നുള്ള ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ വീഡിയോ വരും. കാരണം അതിട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ പോയിട്ടുണ്ട്. അപ്പം കേരള ബ്രദേഴ്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിനകത്തുണ്ട്. സ്നേഹ സുകുമാരൻ 5778 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ബൂത്ത് ഡോറ ചേച്ചിയുടെ ഫാമിലി ഇപ്പോൾ കൂടെ ഉണ്ടോ? വാട്ട് അബൌട്ട് ഡോറ ചേച്ചി സിബ്ലിങ്സ്? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്
ഞാൻ SSLC കഴിഞ്ഞിട്ട് നേഴ്സിംഗ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്ത സാധനമാണെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് നമ്മളത് അവിടെ വെച്ച് ഒഴിഞ്ഞു മാറി. ഞാൻ SSLC വരെ പോയിട്ടുള്ളൂ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. എന്നെ പോലെ തന്നെ അതും പറ്റത്തില്ലെന്ന് തോന്നിയപ്പം അവിടെ വെച്ച് ഒഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ PSCയുടെ കോച്ചിങ്ങിന് അതും പറ്റത്തില്ലെന്ന് തോന്നിയപ്പോൾ അതും അവിടെ വെച്ച് ഒഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാ അതിനുശേഷം കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നു. 2 വർഷം ഞാൻ ജോലിക്ക് പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി. എന്നിട്ട് അത് മൊത്തം അടിച്ചു കൊടുത്ത് കളഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അക്ഷയ സെന്ററിലും ജനസേവാ കേന്ദ്രത്തിലും ശമ്പളം ഇല്ലാതെ കുറച്ച് നാൾ ജോലി ചെയ്തു. എന്ത് വായിച്ചാണ് എന്നെ തളർത്തുന്നേ? അങ്ങനെ ഞാൻ സത്യം അക്ഷയ കേന്ദ്രത്തില് മറ്റേ CS സെന്ററിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഈ വൃത്തികെട്ട മനുഷ്യന്റെ ഫോൺ വിളിച്ച് വഴിതെറ്റിച്ച് ഞാന് ഫോൺ വിളിച്ച് എന്തോ വഴിതെറ്റിച്ച് ഫസ്റ്റ് കല്യാണം ആലോചിച്ച് പോയത് ഞങ്ങള്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കാണ്, ഇല്ല ഞാൻ പറയും പോട്ടെന്നാ വിട്ടേക്കുന്നു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വെച്ചിരിക്കുന്നത് ഇപ്പൊ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും. ഇപ്പൊ ഉണ്ട് നമ്മുടെ കൂടെ. പിന്നെ സിബ്ലിങ്സ് ഒരു ചേട്ടനും പിന്നെ നാത്തൂനുണ്ട്. നാത്തൂന് ചേട്ടന്റെ വൈഫ് നാത്തൂൻ. ചേട്ടൻ മാത്രമേ എനിക്കുള്ളൂ ഒരാളായിട്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്നാ ചേച്ചിയുടെ വീട്ടിൽ പോവാറില്ലേ? ഞാൻ അതായി വായിച്ചു. കിളിക്കാമ്പെട്ടിയോ സോറി കേട്ടോ, കിളിക്കാമ്പെട്ടി 23. സോറി, പെട്ടെന്ന് കിളു എല്ലാവരും അതാ മറ്റേ കിളിപ്പോളുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. കിളിക്കാമ്പെട്ടി എന്താ എത്ര ശരിക്കാനായിട്ട്? ചേച്ചിയുടെ വീട്ടിൽ പോവാറില്ലേ? ഈ ചായ വിടത്തില്ല എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു വട്ടം ഞാൻ പോയി, പിന്നീട് എനിക്ക് ഡെലിവറിയും കാര്യങ്ങളും ആ സമയത്തും പോയിട്ടുണ്ടായിരുന്നു. പിന്നീടെല്ലാം അങ്ങോട്ട് ഞാൻ തളർന്നു പോയില്ലേ. ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാറിന് പോകണമെങ്കിൽ അന്നേരം കാറിൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുടുംബമായി പ്രാരാബ്ദമൊക്കെ ആയി. പിന്നെ അമ്മയും അച്ഛനും ചേട്ടനും അവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് കാണുന്നത്. എന്നെ അങ്ങോട്ട് വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്നതിലും ഭേദം അവർ 45 രൂപ കൊടുത്ത് ഇവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് പോകുന്നില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ ശ്രീയുടെ ഒരു സംശയം, നിങ്ങൾ രണ്ടുപേർക്കും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ പോകുമോ? ഉറപ്പായിട്ടും ഞാൻ പോകും. ഇച്ചാന് അങ്ങനത്തേക്ക് ഇഷ്ടമാണ്. എനിക്ക് പിന്നെ അഭിനയം ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോകത്തില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടൂല്ലെന്ന്. ആർക്കറിയാം. പിന്നെ ഐശ്വര്യ 9825 നേരത്തെ ഐഡി കമന്റ് ഇട്ടാന്ന് തോന്നുന്നു. ചേച്ചി ചേട്ടൻ ചേച്ചി ചേട്ടൻ എന്താ ജോലി? പിന്നെ വീഡിയോ ഒക്കെ അല്ല വായിച്ചില്ലത്. വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, സൂപ്പറാണ്. ഇനി വീഡിയോ ഒക്കെ ഇടണം. പറഞ്ഞില്ലേ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ. പിന്നെ തയ്യലും ഉണ്ട്. വീഡിയോ ഒക്കെ താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ഇടാൻ തോന്നുന്നു. ഒരുപാട് വീഡിയോസ് ഇനി ഇടും. ഗബ്രോട്ട് നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ആദി 92. ഗബ്രൂട്ടൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സത്യത്തിൽ ഇതിന്റെ ആണെങ്കിൽ ഒരു വീഡിയോ ഇടണം വിചാരിച്ചല്ലേ? ഇട്ടുണ്ടോ? ഏതാ ഇതിലാണോ? കേരള ബ്രദേഴ്സിൽ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അച്ഛനും അമ്മയും ആയതിനു ശേഷം ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ വേണം ചോദിച്ചോണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടേ. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായോ, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റ്. എന്നുവെച്ചാൽ ആ ഒരു എന്താ പറയുന്നത്, ഇപ്പോഴും ഉണ്ടാവില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നമുക്ക് നേരിട്ട് സാധിച്ച് നമ്മളോട് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ. ദേവിക 4787 പ്രിൻസിൻ്റെയും പ്രിൻസിയുടെ അച്ഛനും അമ്മയും എവിടെയാണ്? ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ കേരള ബ്രദേഴ്സിൽ കിടപ്പുണ്ട്. പ്രിൻസി ആരാണെന്നും പ്രിൻസിയുടെയും പ്രിൻസിൻ്റെയും അച്ഛൻ്റെയും അമ്മയും എവിടെയാണെന്നും കേരള ബ്രദേഴ്സ് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് വീട്ടുകാർ ജിനീഷ ശ്രീലേഷ് 4858. തീർച്ചയായിട്ടും വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും ഡോറയുടെ വീട്ടുകാരാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് നമുക്കപ്പോൾ. പിന്നെ ചില സമയത്ത് അവർക്ക് നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോങ്ങും കൂടിയാണ്, എന്നാലും സപ്പോർട്ട് ഫുൾ സപ്പോർട്ടാണ്. ഈ സത്യം ഈ വീഡിയോ യൂട്യൂബിലൊക്കെ ഇപ്പോഴും കൂടെ അമ്മ വന്നിട്ട് പറയുള്ളൂ, നിങ്ങൾ വീഡിയോ എടുക്കുന്നില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഫുൾ സപ്പോർട്ടാണ്, വീഡിയോ എടുക്കുന്നതിലും ഞങ്ങളുടെ ജീവിതത്തിലായാലും.
തൻസി ഷാനവാസ് ഏജ് പ്ലീസ്. ഏജ് ഒക്കെ പറയണം. എന്റെ 32. എന്റെ 34. അങ്ങനെ ഇത് ഇനി ആരോടും ചെയ്യരുത് കേട്ടോ. ഏജ് ഒരാളോടും ചോദിക്കരുത്. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഇയർ ആയി? ലവ് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ ചേച്ചിയെ മാരേജ് ചെയ്ത പേരിൽ ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഡോറ ചേച്ചിയുടെ വീട്ടിൽ പോകാറില്ലേ? പ്രിൻസി ആൻഡ് പ്രിൻസ് നിങ്ങളുമായുള്ള റിലേഷൻ എന്താണ്? ഇത് ഒറ്റ ഒരാൾ ചോദിച്ചിരിക്കുന്ന 2569. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതെല്ലാം നമ്മൾ കേരള ബ്രദേഴ്സിൽ കിടപ്പുണ്ട് കേട്ടോ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ല. മാരേജ് ചെയ്തപ്പോൾ ആരും നമ്മുടെ വീട്ടുകാർ ആരും തന്നെ എതിർത്തിട്ടില്ല. പക്ഷെ മാരേജ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം സമൂഹത്തിലുള്ള ചില ഉന്നത ആൾക്കാർ നമ്മളെ എതിർക്കുന്നുണ്ട്. അതിപ്പോഴും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു ആരോപണം എന്ന് വെച്ചാൽ, എൻ്റെ നേരെ ഉന്നയിച്ചൊരു ആരോപണം എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചു പെൺപിള്ളാരെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിവാഹം കഴിച്ചത്. അതൊക്കെ ഉദ്ദേശിക്കുന്ന അറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാമല്ലോ. പിന്നെ പൈസയ്ക്ക് വേണ്ടിയാണ് ആളെ കല്യാണം കഴിക്കുന്നത്, കുറേ അങ്ങനെയുള്ള കാര്യങ്ങളായി. പക്ഷേ ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തെളിയിക്കാനുള്ള കടമയും കൂടി ഉന്നയിക്കുന്നവർക്കുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അത് പറയാൻ പോകരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഡോറ ചേച്ചിയുടെ വീട്ടിൽ പോകാറില്ല. നമ്മൾ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഡോറ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പോയി അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് ഡോറയ്ക്കുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് മൊത്തം അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ വീട് അങ്ങനെയായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് അവരെ വീട്ടിലോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ബേബി പ്ലാനിങ് ഉണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്ത് പറയാം. എന്തായാലും സെക്കൻഡ് ബേബി ആയിട്ടുണ്ടോ, അതിൻ്റെ പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അതിനകത്ത് പറയാവേ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു നശിച്ച സാധനം അതുവഴി പരിചയപ്പെട്ടു. പിന്നെ ഈ ഇൻസ്റ്റേ എന്ന് പറയുന്ന ഒരു സാധനം വഴി കെട്ടിക്കേറി കൊണ്ടുവന്നു. അത് ഞാൻ ഒന്ന് പരിചയം പുതുക്കാൻ പോയത്, എന്റെ തല കയറി ഇരിക്കും, ഞാൻ അറിഞ്ഞോ? എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫൈസൽ 5124 ഹോം ടൂർ ചെയ്യൂ, ഗബ്രൂട്ടന്റെ മുറിയെല്ലാം മാറിയോ? മുറിവെന്നാണോ? ഇതിലെവിടാ മുറിവെന്ന്? അത് അറിഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല, വായിക്കേണ്ട അങ്ങനെയല്ല. ഓക്കെ, അതെനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എൻ്റെ അല്ല. ഓക്കെ, ഹോം ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ ഹോം ടൂർ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഹോം ടൂർ കണ്ടാൽ മതി, ഇതിൽ കിടപ്പുണ്ട്. മുറിവ് ചെസ്റ്റിലെയും കയ്യിലെയൊക്കെ പാടുകൾ, കവളത്ത് പിന്നെ ആണെങ്കിൽ ദൂരെ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പം കുറച്ച് ആ പാട് കവളത്തത് അറിയാൻ വരുന്നുണ്ട്. പാട് മാറി വരുന്നുണ്ട്. ഇർഫാന ZQ2EP നിങ്ങൾ രണ്ടുപേരും എവിടെ വെച്ചാണ് കണ്ടിഷ്ടപ്പെട്ടത്? അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കണ്ടിഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ പെണ്ണുകാണലിൻ്റെ എന്നാണ് കാണുന്നത്. അപ്പോൾ അതാ തീരുമാനിച്ചു, എന്ത് ഇവളാണ് എൻ്റെ പെണ്ണ്. ഏത് സമയത്താണോ? പീക്കാബു 0 _ അല്ല /ആണ് 4. നിങ്ങൾ രണ്ടുപേരുടെയും റിയൽ നെയിം? എൻ്റെ റിയൽ നെയിം അശ്വതി സോമൻ. എൻ്റെ റിയൽ നെയിം സെബാസ്റ്റ്യൻ ബെൻ. വീട്ടിൽ വിളിക്കുന്നത് ബിനോയ്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന അച്ചു എന്നാട്ടോ. ഇവിടെ ഇച്ചായനാണ് ഡോറ എന്ന് വിളിക്കുന്നത്. പിന്നെ സെക്കൻഡ് ബേബിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയും. അതൊന്ന് ഇതായതിനു ശേഷം നമ്മൾ പറയാം എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. അപ്പോൾ നമ്മളത് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. 2 പാർട്ടായിട്ടായിരിക്കും മിക്കവാറും, കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.